കഥാവായന ഇഷ്ടപ്പെടുന്നവർക്കായി വീണ്ടും ഒരു കഥ കൂടി. ദുശ്ശീലങ്ങൾ ഏറെയുള്ള ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ദുശ്ശീലങ്ങൾ മാറ്റുകയാണ്. കേൾക്കാം നമുക്ക് ഈ കഥയൊന്ന്. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവും അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചാത്തുണ്ണി എന്ന ഒരാൾ കൊട്ടാരത്തിൽ ഒരു ജോലി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജാവിനെ സമീപിച്ചു. ജോലിക്കാരുടെ ആവശ്യം തൽക്കാലത്തേക്ക് ഇല്ല എന്ന് രാജാവ് പറഞ്ഞെങ്കിലും ചാത്തുണ്ണി രാജാവിനോട് താണുകേണ് അപേക്ഷിച്ചു. അങ്ങനെ രാജാവ് ചാത്തുണ്ണിക്ക് ജോലി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ കൊട്ടാരത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ അയാളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതി രാജാവ് അയാളെ പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയാനായി വിശ്വസ്തനായ മന്ത്രിയെ ഏർപ്പെടുത്തി. മന്ത്രി ചാത്തുണ്ണിയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. മദ്യപാനം, മോഷണം, വഴക്ക്, അസൂയ, കള്ളം, ദുർനടപ്പ് ഇങ്ങനെ സർവ്വ ദുസ്വഭാവങ്ങളുമുള്ള ആളാണ് ചാത്തുണ്ണിയെന്ന് മന്ത്രി കണ്ടെത്തി. രാജാവാണെങ്കിൽ ചാത്തുണ്ണിക്ക് ജോലി കൊടുക്കാമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റിപ്പറയാനും വയ്യ എന്ന അവസ്ഥയിലായി. അങ്ങനെ ചാത്തുണ്ണിയെ രാജാവ് കൊട്ടാരത്തിലെ ജോലിക്കാരനായി നിയമിച്ചു. ജോലിക്കായി നിയമിക്കുന്നതിന് മുമ്പ് രാജാവ് ചാത്തുണ്ണിയിൽ നിന്നും ഒരു വാഗ്ദാനം വാങ്ങിയിരുന്നു. വേറൊന്നുമല്ല, കള്ളം പറയില്ല എന്നുള്ളത്. ചാത്തുണ്ണി അത് അംഗീകരിക്കുകയും ചെയ്തു. വൈകുന്നേരം വരെ കൊട്ടാരത്തിൽ ജോലി ചെയ്ത് രാത്രിയാകുന്നതിന് മുമ്പായി ചാത്തുണ്ണി താമസ സ്ഥലത്തേക്ക് മടങ്ങുക പതിവായി. കൊട്ടാരത്തിൽ ജോലി ചെയ്ത് കുറച്ച് ദിവസങ്ങളായപ്പോൾ തന്നെ ചാത്തുണ്ണിയിലെ ദുസ്വഭാവങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഒരു രാത്രി കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള രത്നങ്ങൾ മോഷ്ടിക്കാനായി ചാത്തുണ്ണി പാത്തും പതുങ്ങിയും കൊട്ടാരത്തിലെത്തുന്നു. അന്നെന്തോ ഉറക്കം വരാത്ത കാരണം രാജാവ് മുകൾ വരാന്തയിൽ വെറുതെ നടക്കുന്ന സമയമായിരുന്നു. രാത്രിയായതുകൊണ്ട് രാജകീയ വേഷങ്ങളൊന്നും അണിയാതെ സാധാരണക്കാരൻ്റെ വേഷത്തിലായിരുന്നു രാജാവ്. ചാത്തുണ്ണി വരുന്നത് രാജാവ് കണ്ടിരുന്നു. ചാത്തുണ്ണി അറിയാതെ അയാൾ ചാത്തുണ്ണിയെ രഹസ്യമായി വീക്ഷിച്ചു. നിലവറയിൽ നിന്ന് രത്നങ്ങൾ മോഷ്ടിക്കുന്നതിനിടെ രാജാവ് ചാത്തുണ്ണിക്ക് മുന്നിൽ എത്തുന്നു. സാധാരണ വേഷത്തിലുള്ള രാജാവിനെ ഇരുട്ടിൻ്റെ മറവിൽ ചാത്തുണ്ണിക്ക് തിരിച്ചറിയാനായില്ല. അയാളും ഒരു കള്ളനാണെന്ന് കരുതി ചാത്തുണ്ണി രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കി, രത്നങ്ങൾ തുല്യമായി പങ്കിട്ടെടുക്കാമെന്ന്. ചാത്തുണ്ണി തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് നന്നായി അഭിനയിക്കുകയും ചെയ്തു. നിലവറയിൽ നിന്ന് 5 വിലപിടിപ്പുള്ള രത്നങ്ങൾ കിട്ടി. വാക്കു പറഞ്ഞ പ്രകാരം 2 എണ്ണം ചാത്തുണ്ണി എടുത്തു. 2 എണ്ണം ചാത്തുണ്ണി കള്ളനാണെന്ന് കരുതിയ രാജാവിന് കൊടുത്തു. ഒരെണ്ണം മുറിച്ചെടുക്കാൻ പറ്റാത്തതായതുകൊണ്ട് അവിടെ തന്നെ ഉപേക്ഷിച്ചു. പിരിഞ്ഞു പോവാൻ നേരം രാജാവ് ചാത്തുണ്ണിയോട് ചോദിച്ചു, താങ്കൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത്? ഈ രത്നം എവിടെ കൊണ്ടുപോയാണ് വിൽക്കുന്നത്? ഉടൻ ചാത്തുണ്ണി താമസിക്കുന്ന സ്ഥലം സത്യസന്ധമായി പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഇന്ന് ഈ രത്നങ്ങൾ വിൽക്കാൻ നിന്നാൽ പിടിക്കപ്പെടും, നാളെ ഉച്ചയ്ക്ക് ശേഷമേ വിൽക്കാനായി പുറപ്പെടൂ എന്നും ചാത്തുണ്ണി സത്യസന്ധമായി തന്നെ പറഞ്ഞു. അങ്ങനെ ചാത്തുണ്ണി കള്ളനാണെന്ന് കരുതിയ രാജാവിനോട് യാത്രയും പറഞ്ഞിറങ്ങി. പിറ്റേ ദിവസം മന്ത്രി കൊട്ടാരം പരിശോധിക്കുന്നതിനിടെ നിലവറ തുറന്നു കിടക്കുന്നതായി കാണുകയും ഒരു രത്നം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ബാക്കിയുള്ള രത്നങ്ങൾ മോഷ്ടിക്കപ്പെട്ട കൂട്ടത്തിൽ ഇതുകൂടി മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതിക്കോട്ടെ എന്ന ചിന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട രത്നം മന്ത്രി പോക്കറ്റിലാക്കി. എന്നിട്ട് ഉറക്കെ വിളിച്ചുകൂവി, കൊട്ടാരത്തിൽ മോഷണം നടന്നിരിക്കുന്നു. രാജാവ് ഒന്നും അറിയാത്ത മട്ടിൽ നിലവറയ്ക്ക് സമീപമെത്തി. ഇന്നലെ അവിടെ ഉപേക്ഷിച്ച ഒരു രത്നം ബാക്കിയുള്ളത് അതും കാണാനില്ല എന്ന് കണ്ടപ്പോൾ അത് മന്ത്രി എടുത്തിട്ടുണ്ടാവും എന്ന് തന്നെ രാജാവ് കരുതി. എങ്കിലും ഒന്നും ചോദിച്ചില്ല. തലേ ദിവസം ചാത്തുണ്ണി തൻ്റെ താമസ സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിചാരകരോട് രഹസ്യമായി കാര്യങ്ങൾ പറഞ്ഞ് ചാത്തുണ്ണിയെ വരുത്തിച്ചു. കളവുപോയ രത്നങ്ങൾ സഹിതമാണ് ചാത്തുണ്ണിയുമായി കൊട്ടാരം പരിപാലകർ വന്നത്. ചാത്തുണ്ണി രാജാവിൻ്റെ കാലിൽ വീണ് മാപ്പിരന്നു. രത്നങ്ങൾ പങ്കിട്ടെടുത്തതും ഒരെണ്ണം ബാക്കി വെച്ചതുമെല്ലാം ചാത്തുണ്ണി കരഞ്ഞുകൊണ്ട് വിവരിച്ചു. രാജാവ് ചാത്തുണ്ണിയോടായി, സാധാരണ ഒരു കള്ളൻ മറ്റൊരു കള്ളനെ അപായപ്പെടുത്താനാണ് ശ്രമിക്കുക. നിങ്ങളാണെങ്കിൽ കിട്ടിയത് പങ്കിട്ടെടുക്കുകയാണുണ്ടായത്. മാത്രമല്ല താമസ സ്ഥലവും കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഉടൻ ചാത്തുണ്ണി, ഞാൻ അങ്ങേക്കൊരു വാക്ക് തന്നിരുന്നു, കളവ് പറയില്ല എന്നുള്ളത്. ആ വാക്ക് പാലിച്ചതുകൊണ്ടാണ് എന്നെ കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞത്. രാജാവിന് ഇത് കേട്ട് വളരെ സന്തോഷമായി. ഇത്തരം ഒരു ഘട്ടം വന്നപ്പോഴും അയാൾ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന സത്യം രാജാവിനെ അത്ഭുതപ്പെടുത്തി. തലേ ദിവസം ചാത്തുണ്ണിയുടെ കൂടെ കള്ളനായി അഭിനയിച്ചത് താനാണെന്ന സത്യം രാജാവ് വെളിപ്പെടുത്തി. ബാക്കിയുള്ള ഒരു രത്നം എവിടെയെന്ന ചോദ്യത്തിനു മുൻപിൽ രാജാവ് മന്ത്രിയെ പരിശോധിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ മന്ത്രിയിൽ നിന്നും ഒരു രത്നം കണ്ടെടുത്തു. ചാത്തുണ്ണിയുടെ സത്യസന്ധതയിൽ ചാത്തുണ്ണിക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു.
വിദ്യാസമ്പന്നനായ മന്ത്രിയിൽ നിന്നും ഇത്തരം ഒരു പ്രവൃത്തി വരരുതായിരുന്നു എന്ന് പറഞ്ഞ് മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നുണ പറയുക എന്നുള്ള ഒരു ദുശ്ശീലം മാറ്റിയതുകൊണ്ട് ചാത്തുണ്ണിക്ക് നേടാനായത് ഒരുപാട് സമ്മാനങ്ങൾ. അങ്ങനെ ക്രമേണ ചാത്തുണ്ണി ഓരോ ദുസ്വഭാവങ്ങളും ഇല്ലാതാക്കി കൊണ്ടുവന്നു. ദുസ്വഭാവങ്ങൾ കൊണ്ട് ഒന്നും നേടാനാകില്ല, മറിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ ഗുണങ്ങളേയുള്ളൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്